തലസ്ഥാനത്തെ മാലിന്യത്തിൽ പ്രതിഷേധ വേലിയേറ്റം. ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്നും തൊഴിലാളി മരിച്ചതിന് പിന്നാലെ മാലിന്യ നീക്കത്തിൽ വീഴ്ച ആരോപിച്ച് നഗരസഭയിലേക്ക് പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ച്, യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. ദൃശ്യങ്ങൾ. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അമൽ, ഈ മാലിന്യത്തെ ചൊല്ലിയുള്ള സമാനമില്ലാത്തൊരു പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് അലയടിക്കുന്നത്. ഒരു മരണത്തിന് ശേഷവും മാലിന്യ നീക്കത്തിൽ ആരോപണങ്ങൾ വരുന്നു. ആരോപണങ്ങൾ പരസ്പരം പഴിചാറലായി മാറുമ്പോഴും നഗരത്തിൽ മാലിന്യങ്ങൾക്ക് ഒരു കുറവുമില്ലാതെ സാഹചര്യം മാറുകയാണ്. പ്രതിഷേധങ്ങൾ ഇന്ന് എങ്ങനെയാണ് പുരോഗമിച്ചത്? പ്രതീക്ഷ, ഒരു ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനും പരിസരവും സമര കേന്ദ്രമായി മാറുകയാണ്. ഇന്ന് ബി.ജെ.പിയുടെ പ്രതിഷേധമാണ് ആദ്യം നടന്നത്. ബി.ജെ.പിയുടെ കൗൺസിലർമാർ മേയറുടെ ഓഫീസിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിച്ചു. മേയർ എത്തിയാൽ തടയുമെന്നുള്ളതായിരുന്നു ബി.ജെ.പി കൗൺസിലർമാരുടെ പ്രഖ്യാപനം. പക്ഷേ മേയർ മറ്റു പരിപാടികളിലായിരുന്നതിനാൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. അവരുടെ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ്, ആ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് ഇവിടേക്ക് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ എത്തിച്ചെത്തിയത്. പ്രവർത്തകർ കോർപ്പറേഷന്റെ കോമ്പൗണ്ടിൽ ഉള്ളിലേക്ക് കടന്നു. അവിടെ ഡെപ്യൂട്ടി മേയർ പി കെ രാജു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ്, മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ അകത്തേക്ക് എത്തിയത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് തകർത്ത് അകത്തേക്ക് കടന്നു. കോർപ്പറേഷൻ അകത്തേക്ക് കടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കോർപ്പറേഷന്റെ പിൻഭാഗത്തെ കവാടത്തിന് സമീപത്തും പോലീസുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘർഷത്തിലായി. എന്തായാലും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ പാളയം ഭാഗത്തേക്ക് നീക്കിയിട്ടുണ്ട്. ഇതിന് സമാനമായി തന്നെ ഇത് പ്രതിപക്ഷ പ്രതിഷേധമാണ് എങ്കിൽ ഈ കഴിഞ്ഞ ദിവസത്തെ അമലാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. ഈ വിഷയത്തിൽ ബി.ജെ.പിയുടെയും ഒപ്പം CPM-ന്റെയും പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. അംശു വാമദേവൻ CPM കൗൺസിലർ, ഒപ്പം ഗിരികുമാർ BJP കൗൺസിലർ തത്സമയം ചേരുകയാണ്. ശ്രീ ഗിരികുമാർ, നമുക്കറിയാമല്ലോ, നമ്മൾ വല്ലാത്തൊരു സാഹചര്യത്തെ അതിൻ്റെ ആ ഞെട്ടലും ഉത്കണ്ഠ ആഘാതത്തിൽ നിന്നും നമ്മൾ മാറിയിട്ടില്ല. കാരണം ഒരു ജീവൻ കുരുതി കൊടുക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ മാലിന്യത്തിൻ്റെ കാര്യത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അതിലൊരു കൃത്യത കൈവരാത്ത രീതിയിൽ ഒരു ലെവലേശം അല്ലെങ്കിൽ ഒരു പോരായ്മ പോലും ഇല്ലാതെ ഉടനടി ശീഘ്രം കാര്യങ്ങൾ നീക്കണം മാലിന്യവുമായി ബന്ധപ്പെട്ട്. ഇപ്പോഴും പഴിചാറൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് പേപ്പറുകളിൽ. അപ്പോൾ എന്താണ് ഒരു സമരത്തിന് പോലും ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ? അത് എന്തുകൊണ്ടുണ്ടാകുന്നു? റെയിൽവേയുടേതായ വലിയ ഉത്തരവാദിത്തമുണ്ട്. നഗരസഭയെ സംബന്ധിച്ചോളം നഗരസഭയ്ക്കും ഉണ്ട്. അപ്പോൾ എവിടെയാണ് പിഴയ്ക്കുന്നത്? എന്താണ് ഇതിൽ ശാശ്വതമായി പ്രതീക്ഷിക്കേണ്ടത്, തിരുത്തേണ്ടത്? ശരിയാണ്. ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് നഷ്ടപ്പെട്ടത് കേരളത്തിൻ്റെ മനസാക്ഷിയെ എപ്പോഴും ഞെട്ടിക്കുന്നതും വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം നഗരത്തിലുണ്ടായിരിക്കുന്ന മാലിന്യം തന്നെയാണ്. ഒരു നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പ്രഥമമായിട്ടുള്ള കർത്തവ്യങ്ങളിലൊന്ന് മാലിന്യ സംസ്കരണം തന്നെയാണ്. അത് കൃത്യമായി നടപ്പിലാക്കാത്തത് കൊണ്ടാണ് റെയിൽവേയുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇത്രയേറെ വേസ്റ്റുകൾ വന്ന് അടിഞ്ഞുകൂടുന്നത്. ഈ പറയുന്ന തോടിൻ്റെ ഭാഗത്തിൻ്റെ തുടക്കം തുടങ്ങുന്നത് വെള്ളയമ്പലം ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്നാണ്. അവിടെ നിന്ന് കേവലം ഒരു 2.5-3 കിലോമീറ്റർ ഒഴുകി എത്തി റെയിൽവേയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും തന്നെ ഇത്രയേറെ വേസ്റ്റുകൾ എങ്ങനെ ഉണ്ടാകുന്നു? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള തോട്, ഇറിഗേഷൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ ഒരു ദിവസങ്ങളിൽ പോലും അവിടെ വരികയോ ഇറിഗേഷൻ്റെ മന്ത്രി അവിടെ സന്ദർശിക്കുകയോ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള മാലിന്യങ്ങൾ തന്നെയാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഗരസഭയ്ക്ക് തന്നെയാണ് പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്തം. നഗരസഭയുടെ മാലിന്യ സംസ്കരണ പദ്ധതികൾ ഒന്നും തന്നെ കാര്യക്ഷമമല്ല എന്നുള്ളത് പലതവണയായിട്ട് BJP കൗൺസിലർമാരും മറ്റു ആൾക്കാരുമൊക്കെ പലതവണ ചൂണ്ടിക്കാണിച്ചതാണ്. ഓരോ കൗൺസിൽ പീരീഡ് വരുമ്പോഴും ഓരോ തരത്തിലുള്ള സംസ്കരണ രീതിയിലേക്ക് നഗരസഭയുടെ ഭരണസമിതികൾ മാറുകയാണ്. കുറേ കാലം പൈപ്പ് കമ്പോസ്റ്റ് ആയിരുന്നു. അതിനുശേഷം കിച്ചൺ ബിൻ കഴിഞ്ഞ കൗൺസിൽ പീരീഡ് കൊണ്ടുവന്നു. കിച്ചൺ ബിൻ 50,000 കിച്ചൺ ബിൻ ഇവിടെ സ്ഥാപിച്ചു എന്നാണ് നഗരസഭയിലെ ഓൺ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് അന്നത്തെ മേയറായിരുന്ന VK പ്രശാന്ത് മുൻകൂർ അനുമതി കൊടുത്ത് ഏകദേശം 9 മാസത്തോളം ആ ഫയൽ മാറ്റിവെച്ചിരുന്നു.
ചെലവാക്കി തുക ഏജൻസിയുടെ കയ്യിൽ എത്തുന്നത് വരെ ആ ഫയൽ കൗൺസിലിൽ പോലും കൊണ്ടുവരാതെ അതിഗൂഢമായിട്ടും നിഗൂഢമായിട്ടും സുതാര്യമില്ലാതെയുമാണ് അത് കൈകാര്യം ചെയ്തത്. 9 കോടി രൂപയാണ് 50,000 കിച്ചൺ ബിന്നിന് ചെലവഴിച്ചത്. ആ കിച്ചൺ ബിന്നുകൾ എവിടെയാണ് എന്ന് ഇന്നിപ്പോൾ നഗരസഭയുടെ ഉദ്യോഗസ്ഥർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ പദ്ധതികൾ കൊണ്ടുവരുന്നത് തന്നെയാണ് പോരായ്മ. കേന്ദ്രീകൃത സംവിധാനം വേണമെന്ന് പറഞ്ഞത് കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 2016 നിയമം അനുസരിച്ച് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് നിയമം അനുസരിച്ചൊക്കെ എവിടെയാണ് ഈ മാലിന്യം ഉണ്ടാകുന്നത്, അപ്പോൾ ആ ഒരു ടെറിട്ടറി അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അവർക്കാണ് ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ കത്ത് നഗരസഭ നൽകിയെന്ന് പറയുന്നു നിരന്തരം, അപ്പോൾ അതിനകത്തൊക്കെ ഒരു ജാഗ്രത ഉണ്ടായിട്ടില്ല. അത് ഇവിടെ വ്യക്തമാണ്. കാരണം അത് ഈ നമ്മുടെ ഈ പറയുന്ന തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, കൊച്ചുവേളിയിൽ നോക്കൂ. കൊച്ചുവേളിയിൽ ഗുരുതര കാഴ്ചയാണ് മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിട്ടത്. വളരെ ഗുരുതരാവസ്ഥ. അപ്പോൾ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ അത് കടലാസിൽ മാത്രമല്ല ഒതുങ്ങേണ്ടത്. ഒരു നടപടി പോലും, എന്താണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പോലും അവിടേക്ക് എത്തുന്നത് എപ്പോഴാണ്? ആ സംഭവം നടന്നതിന് ശേഷം. അപ്പോൾ ഒരു നിസ്സംഗത വളരെ പ്രകടമാണ്. അതിനൊരു ജീവൻ കൊടുക്കേണ്ടി വന്നു, ബലി കൊടുക്കേണ്ടി വന്നു. അതല്ലേ സത്യം? അല്ല, ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേറെ വേസ്റ്റ് വന്ന് അടിഞ്ഞുകൂടിയത് നഗരസഭയിലൂടെ ഒഴുകുന്ന തോട്ടിലൂടെയാണ്. നഗരസഭയുടെ കൈവഴികളായിട്ടുള്ള ഓടകളിലൂടെ എത്തിച്ചേർന്ന വേസ്റ്റുകളാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്ക് തന്നെയാണ്. മാത്രമല്ല, അതങ്ങനെ റെയിൽവേയിൽ അത് കെട്ടിക്കിടന്നിട്ടുമില്ല. ഈ മൃതദേഹം ഇപ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം അന്നത്തെ ദിവസം തന്നെ ഒഴുകി അപ്പുറത്തെത്തിയിരിക്കുന്നു എന്നാണ്. ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ജോയിയുടെ മൃതദേഹം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒഴുക്ക് തടസ്സപ്പെട്ട് ഇത്രയേറെ വേസ്റ്റ് കൊണ്ട് അടിഞ്ഞത് കൊണ്ട് അവിടെ ഒഴുക്ക് തടസ്സപ്പെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? നഗരസഭയ്ക്കെന്ന് പറയാൻ കാരണം ആ നഗരസഭയിൽ തമ്പാനൂര് റെയിൽവേയുടെ പ്രിമിസിസിലേക്ക് കയറുന്ന ഭാഗത്ത് നിന്ന് 40 ലോഡ് മാലിന്യത്തോളമാണ് ഈ കേവലം 2 ദിവസം കൊണ്ട് നഗരസഭയുടെ JCB മറ്റും ഉപയോഗിച്ച് മാറ്റിയിരിക്കുന്നത്. ഈ 40 ലോഡ് മാലിന്യം വന്നിരിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളയമ്പലത്ത് നിന്ന് തമ്പാനൂര് എത്തുന്നതിനിടയിൽ വരുന്നതിന് ആർക്കാണ് ഉത്തരവാദിത്വം? ഇത്രയേറെ വേസ്റ്റ് വന്ന് അടിഞ്ഞുകൂടിയത്. ഇപ്പോൾ പ്രൈവറ്റ് ഏജൻസികൾക്ക് സ്ഥാപനങ്ങളുടെ ഫുഡ് വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഏജൻസികൾ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിലെ ഭരണസമിതി കൊടുത്തിട്ടുണ്ട്. അത് പ്രതിപക്ഷ കൗൺസിലർമാർ, BJP കൗൺസിലർമാരെല്ലാവരും എതിർത്തതാണ്. അവർ ലോഡ് കണക്കിന് ഇവിടെ നിന്ന് ഇറച്ചി വേസ്റ്റ് കൊണ്ടുവന്നത് എവിടെ എത്തുന്നു എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ടോ? ഇന്നൊന്നുമില്ല. ഇവർ ചാക്കിൽ കെട്ടി തള്ളുന്ന മാലിന്യങ്ങൾ തന്നെയായിരിക്കും. ശ്വാസം മുട്ടുന്നത് തലസ്ഥാന വാസികളാണ്. അത് നിങ്ങൾ കൗൺസിലർമാരെങ്കിലും ഒന്ന് ഓർക്കണം. ശ്രീ അംശു വാമദേവൻ, ഇവിടെ നിങ്ങളൊരു പേപ്പർ കൊടുത്ത് അവിടെ ഉത്തരവാദിത്തം തീർക്കുകയല്ല വേണ്ടത്, അതിനുവേണ്ടി കാത്തിരിക്കുകയുമായിരുന്നില്ല വേണ്ടുന്നത്. അപ്പോൾ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട്. ഉത്തരവാദിത്ത ബോധത്തിൽ നിന്നും നഗരസഭ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഇപ്പോഴത്തെ വരുന്ന രാഷ്ട്രീയമല്ലത്, അത് നിങ്ങൾ കൂടി അർഹിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴും പരസ്പരം പഴിചാരാതെ ജനങ്ങൾക്ക് കൂടി ഒരു തോന്നുന്ന രീതിയിൽ ഒരു നടപടിയല്ലേ വേണ്ടത്? നടപടിക്ക് എന്തുകൊണ്ട് മടിക്കുന്നു? ഇനിയും എത്ര നാൾ കാത്തിരിക്കണം? ശ്രീ അംശു വാമദേവൻ, ഇവിടെ കൃത്യമായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് പരസ്പരം പഴിചാരുന്നു എന്നുള്ളതാണ്. ഇവിടെ നഗരസഭ പരസ്പരം പഴിചാരുകയല്ല ചെയ്തത്. ഈ ദാരുണമായിട്ടുള്ളൊരു സംഭവം, നടക്കാൻ പാടില്ലാത്തൊരു സംഭവം നടന്നു. ഒരു തൊഴിലാളിയെ കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ റെയിൽവേയുടെ കരാറുകാരൻ അവിടെ ഇറക്കി ദാരുണമായൊരു സംഭവം നടന്നു. അദ്ദേഹത്തിന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടുത്തരവാദിത്വം എന്നുള്ള നിലയിൽ എല്ലാവരും ചേർന്ന് വലിയ പരിശ്രമം നടത്തുന്ന സമയത്താണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി BJPയും കോൺഗ്രസും അതിനെ പരസ്പരം വഴിചാരലാക്കിക്കൊണ്ട് എല്ലാ കുറ്റവും നഗരസഭയുടേതാണെന്ന് തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിന് മറുപടി പറയുകയാണ്, അതിൻ്റെ വസ്തുത നിരത്തുകയാണ് നഗരസഭ ചെയ്തത്. നോട്ടീസ് കൊടുക്കുക, പേപ്പർ കൊടുക്കുക മാത്രമാണ് നഗരസഭ പറയുന്നത് ശരിയല്ല. ആ റെയിൽവേയുടെ ഭാഗത്ത് മാലിന്യം നീക്കേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നത് റെയിൽവേ നിയമമാണ്. 2011 റെയിൽവേ ആക്ട് പ്രകാരമുള്ള റെയിൽവേ തന്നെ ഇറക്കിയ സർക്കുലറിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ ആയിട്ടുള്ള റെയിൽവേ അവരുടെ മാലിന്യം, അവരുടെ സ്കോം ബോർഡിലെ മാലിന്യം നീക്കുന്നതിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് അവർക്ക് എക്സ്ക്ലൂസീവായിട്ട് അവർക്ക് മാത്രമുള്ളതാണെന്ന് പറയുന്നു. റെയിൽവേ നിയമത്തോട് ഒപ്പം ചേർത്ത് വെക്കേണ്ടത്. പിന്നീട് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 56ാമത്തെ റൂള് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ ആയിട്ടുള്ള റെയിൽവേ, ഡിഫൻസ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ മറ്റ് ഏജൻസികൾക്കല്ല അധികാരം. അവർ തന്നെ ഒരു പ്രത്യേകം ഇതിന് മാലിന്യ സംസ്കരണത്തിലുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളത്. ഇതെല്ലാം പോട്ടെ, നഗരസഭ എന്ത് നടപടി സ്വീകരിച്ചു ഇതിനകത്തുനിന്നുള്ളതല്ലേ ചോദിക്കുന്നത്. നഗരസഭയും സർക്കാരും ഈ കാര്യത്തിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഈ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. ഈ 2024 ജനുവരി 31 മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ്റെ ഭാഗമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ്റെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചു. എന്തിനാ യോഗം വിളിച്ചത്?
വിളിച്ചത് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിലും റെയിൽവേ ബന്ധപ്പെട്ടുള്ള മാലിന്യങ്ങൾ കൂടി നമുക്ക് പിന്നെ പരിഗണിക്കേണ്ടതുണ്ട്. അത് സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണ റെയിൽവേയോട് അഭ്യർത്ഥിക്കാനാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും നഗരസഭകളുടെയും പിന്തുണ അതിന് നൽകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിൽ നിന്ന് ആ കത്തിനൊരു പ്രതികരണം ഉണ്ടായില്ല, ആരും പങ്കെടുത്തില്ല. അതിനകത്ത് കൃത്യമായി അവരുടെ ആബ്സെൻസിനെ സംബന്ധിച്ച് ആ മിനിസ്റ്റർ രേഖപ്പെടുത്തിയത് മന്ത്രി കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നഗരസഭ എന്താ ചെയ്തത്? നഗരസഭ ഇതിനെ സംബന്ധിച്ച് വീണ്ടും ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിനകത്ത് ഇവർ പങ്കെടുക്കാൻ തയ്യാറായില്ല. വീണ്ടും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു യോഗം വിളിച്ചപ്പോൾ അതിൽ കൃത്യമായി പങ്കെടുക്കണം എന്ന് പറഞ്ഞ ചീഫ് സെക്രട്ടറിയുടെ ലെറ്റർ പോയപ്പോൾ തോട്ടിലേക്ക് മാത്രമല്ല ഒതുങ്ങുന്നത്. നമുക്കിപ്പോൾ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് നമ്മൾ അവിടേക്ക് കേന്ദ്രീകരിക്കുന്നു. ഈ നഗരത്തിലെ ജലവാഹിനികളുടെ അവസ്ഥ എന്താണ്? ജലവാഹിനികളുടെ അവസ്ഥയാണ് മൂക്ക് പൊത്താതെ ആർക്കെങ്കിലും അതുവഴി സഞ്ചരിക്കാൻ കഴിയുമോ? കാരണം നോക്കൂ, ആ പട്ടം ഉള്ളൂര് തോടുകളിൽ പറയട്ടെ പട്ടം ഉള്ളൂര് തോടുകളിലൊക്കെ ആശുപത്രി വേസ്റ്റുകൾ വരുന്ന ആശുപത്രി വേസ്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്നോട് ഒരു പ്രമുഖ നേതാവ് എന്ന് പറഞ്ഞത് വിളിക്കുമ്പോൾ പറഞ്ഞത് ഈ അവയവ കഷ്ണങ്ങൾ പോലും ഒഴുകി വരികയാണ്. പല അവയവ കഷ്ണങ്ങൾ ആശുപത്രിയിൽ നിന്നുള്ള. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ സഹിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നടക്കില്ല. ആ പരിപാടി ഇനി നടക്കത്തില്ല. ഞാൻ പറയുന്നത് മുഴുവിക്കാൻ നിങ്ങൾ എന്നെ സമ്മതിക്കുന്നുണ്ടോ? എന്നെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിൽ ഞാൻ പറയുന്ന മറുപടി കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. അത് നിങ്ങൾ എന്നെ അനുവദിക്കണം. ഇവിടെ ഇത്രയും നേരം BJPയുടെ പ്രതിനിധി പറഞ്ഞപ്പോൾ നിങ്ങൾ തടസ്സപ്പെടുത്തിയില്ലല്ലോ. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു തീർന്നിട്ട് നിങ്ങളെ ഏത് ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഈ റെയിൽവേയുടെ അലംഭാവത്തെ പരസ്പരം പഴിചാരലല്ല. റെയിൽവേയുടെ ഉത്തരവാദിത്വം റെയിൽവേ ചെയ്തില്ല. റെയിൽവേ കരാറുകാരന് കൊടുത്ത ആ കരാറുകാരൻ സുരക്ഷാ മാനദണ്ഡമില്ലാത്തൊരു തൊഴിലാളിയെ ഇറക്കി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ നടത്തിയെന്ന് പറയാൻ എന്തിനു മടിക്കണം? ഈ BJP ഇന്ന് കോർപ്പറേഷൻ നടത്തിയ സമരം റെയിൽവേ സ്റ്റേഷനിൽ നടത്തേണ്ടത് റെയിൽവേ അഡീഷണൽ മാനേജറുടെ ഓഫീസിലും എന്തുകൊണ്ട് ഇവർ നടത്തുന്നില്ല? BJPയും കോൺഗ്രസും. നിങ്ങൾ ആ കാര്യത്തെ സംബന്ധിക്ക് അതിന് ജോയിയുമായ മരണത്തിന് എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയമായി മുതലെടുക്കുന്നത്? ഇനി ആമ്പേണ് തോട്ടിലെ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഒഴുകി വന്നത് മുഴുവൻ ഈ റെയിൽവേക്കകത്ത് കിടന്നത് മുഴുവൻ അവിടെ ഒഴുകി വന്നതാണ് പ്രിയപ്പെട്ട സുഹൃത്ത് പറയുന്നത്. അത് കഴിഞ്ഞ ദിവസം സ്വമേധയാ എടുത്ത കേസിനകത്ത് ഹൈക്കോടതി പറഞ്ഞത് ആ മാലിന്യം റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് റെയിൽവേയുടെ മാലിന്യമാണെന്ന് അറിയാം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ ഇത്രയും വലിയ റെയിൽവേ ഡിവിഷൻ ആണല്ലോ. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള റെയിൽവേ മാത്രം അങ്ങനെയുള്ള ഒരു സംവിധാനം ഒച്ചിഴയുന്ന പോലെ ഒരു സംവിധാനമാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഇരിക്കട്ടെ. അതാണ് പറയട്ടെ. ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ഈ റെയിൽവേയുടെ ഉത്തരത്തിന് മാത്രം കാത്തിരിക്കാനുള്ള ബാധ്യത മാത്രമേ നിങ്ങൾക്കുള്ളൂ. റെയിൽവേ അല്ലെങ്കിൽ തദ്ദേശ മന്ത്രിയുണ്ട്, ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുണ്ട്, സർക്കാരുണ്ട്. കേന്ദ്രത്തിനോട് റെയിൽവേക്ക് തൊട്ട് മുകളിലുള്ള വകുപ്പുകളുണ്ട്. കേന്ദ്രത്തിലേക്ക് പ്രതിനിധീകരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നുള്ള ആളുകളുണ്ട്. അങ്ങനെ എന്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ട് നിങ്ങൾ? ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. പറഞ്ഞപ്പോഴാണ് എന്നെ തടസ്സപ്പെടുത്തിയത്. ആ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നിയമപ്രകാരമേ ചെയ്യാൻ കഴിയുള്ളൂ. അതിക്രമിച്ച് അവരെ റെയിൽവേ നിയമപ്രകാരം കടക്കാൻ കഴിയില്ല. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നിയമം പാലിക്കേണ്ടി വരും. ആ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രൊസീജിയറുകൾ പാലിച്ചു. എങ്ങനെയാ പാലിച്ചത്? ആദ്യം ഇവർക്ക് നോട്ടീസ് കൊടുത്തു. ആ യോഗത്തിനകത്ത് ഇവർ പങ്കെടുക്കാത്തതിന് ശേഷം ഒരു നോട്ടീസ് കൊടുത്തു. 7/5/2024 നോട്ടീസ് കൊടുത്തു. അതിനുശേഷം അവർ പ്രതികരിക്കാതിരുന്നപ്പോൾ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അതിനുശേഷം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ കളക്ടർ ഉത്തരവാണ് കൊടുത്തത്, ഓർഡറാണ് കൊടുത്തത്. ഈ ഉത്തരവ് കൊടുക്കുകയും പ്രോസിക്യൂഷൻ നോട്ടീസും നിയമപ്രകാരം, ഏതൊക്കെ നിയമപ്രകാരം? ദുരന്ത നിവാരണ നിയമപ്രകാരം കൊടുത്തു, തദ്ദേശ സ്വയംഭരണ ആക്ട് പ്രകാരം കൊടുത്തു. ഇതെല്ലാം കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഒടുവിൽ ഇത് പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നഗരസഭ പ്രഷർ ചെലുത്തിയപ്പോഴാണ് വഴിയെ പോയൊരു കരാറുകാരന് കൊടുക്കുകയും അയാൾ സുരക്ഷാ മാനദണ്ഡമില്ലാതെ ഒരാളെ ഇറക്കിവിട്ട് ഒരു തൊഴിലാളിയെ കൊലയ്ക്ക് കൊടുക്കേണ്ടി വന്നത്. ഇത് നഗരസഭ പറയണ്ടേ? നഗരസഭയുടെ മുഴുവൻ മാലിന്യങ്ങളെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തം, നഗരസഭയുടെ പ്രാഥമികമായ ഉത്തരവാദിത്തം മാലിന്യ സംസ്കരണമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നഗരസഭ ഒഴിഞ്ഞു മാറുന്നില്ല, ഭരണസമിതിയും ഒഴിഞ്ഞു മാറുന്നില്ല, അതിലൊരു സംശയമില്ല. പക്ഷെ ഒരു ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ആ ജീവനെ വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുമ്പോൾ റെയിൽവേക്കെതിരെ, റെയിൽവേയുടെ അനാസ്ഥക്കെതിരെ ഒരു വാക്ക് പറയാൻ കഴിയാതെ ഈ 10 ലക്ഷം വരുന്ന തിരുവനന്തപുരം നഗരജനതയോടൊപ്പം നഗരസഭയോടൊപ്പം നിൽക്കാൻ അത് റെയിൽവേ ഗുരുതര വീഴ്ചയാണ് നടത്തുന്നത്. കാരണം അതിന്റെ റിപ്പോർട്ടാണ് ഞങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് എടുത്ത് ഈ ഇവിടുത്തെ കൊച്ചുവേളിയിൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. പ്രത്യേക റിപ്പോർട്ടാണ്. ഞാൻ പറയാം, മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഈ പറഞ്ഞ നമ്മൾ ഒരുപാട് തോടിന്റെ പേരുകൾ പറഞ്ഞുവല്ലോ. കരമനയാറായാലും കിളിയാറായാലും അല്ലെങ്കിൽ ഈ ആമേഴഞ്ചൻ, പാർവതി പുത്തനാറ്, പട്ടം തോട്, ഉള്ളൂര്, ഈ പറയുന്ന ഇവിടെ എല്ലാം അവസ്ഥ നോക്കൂ നിങ്ങൾ. അങ്ങേക്ക് അവിടെയൊക്കെ ഓരോ കൗൺസിലർമാരില്ലേ, അവിടെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളുടെ നഗരസഭയുടെ പ്രതിനിധികളില്ലേ? ഇവർക്കൊക്കെ കണ്ണില്ലേ? ഇവർക്ക് അറിയാമല്ലോ ഇത്രയും മാലിന്യങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്, അല്ലെങ്കിൽ അവിടേക്ക് പതിക്കപ്പെടുകയാണ്. അപ്പോൾ എവിടെയാണ്, ആരാണ് തിരുത്തേണ്ടത്?
അല്ല അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആമയിഴഞ്ചാൻ തോടിനെ സംബന്ധിച്ച്, പട്ടം തോടിനെ സംബന്ധിച്ച്, ഉള്ളൂർ തോടിനെ സംബന്ധിച്ച് പറഞ്ഞു. ഇപ്പോൾ കുടപ്പനക്കുന്നിൽ നിന്ന് ആരംഭിക്കുന്ന തോട്, ആ തോട് പിന്നെ പട്ടം തോടും അതുപോലെ തന്നെ മരപ്പാലവും കണ്ണമൂലയും പോകുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കൂ, മുഴുവൻ ഡെൽറ്റ ഉൾപ്പെടെ മാറ്റി, ഒരു ചവറുകൂനയില്ലാതെ മുഴുവൻ കാര്യങ്ങൾ മാറ്റി അതിൻ്റെ പാർശ്വഭിത്തികൾ ബലപ്പെടുത്തി ആ വർക്ക് കണ്ണമൂല പാലം വരെയുള്ളത് പുരോഗമിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഏകദേശം 215 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള 100 വാർഡുകളായി കിടക്കുന്ന ഒരു നഗരം, 10 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ തന്നെ വസിക്കുന്നവർ, ഒരു പ്രതിദിനം നമ്മുടെ നഗരത്തിൽ വന്നു പോരുടെ എണ്ണം 2 ലക്ഷത്തിലധികം, അങ്ങനെ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉണ്ട്. ഇതെല്ലാം ഇവർ എറിയുന്ന അല്ലെങ്കിൽ വലിച്ചെറിയുന്ന പിന്നെ മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. അത് നീക്കാനുള്ള സംവിധാനം നഗരസഭ ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നതും മാലിന്യം കൂടിക്കിടക്കുന്നതിലുണ്ടെന്ന് പറയുന്നതും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അംഗീകരിക്കാൻ തയ്യാറാണ്. അത് നഗരസഭയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ആര് വലിച്ചെറിഞ്ഞാലും ഇപ്പോൾ വലിച്ചെറിയുന്നവരെ ബോധവൽക്കരിക്കുക, അവരെ നിയമപ്രകാരമായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് നടത്തുക, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അത് അതൊരു യജ്ഞമായി, ഒരു സ്പെഷ്യൽ ഡ്രൈവായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. കാരണം ഇനി സഹിക്കാൻ വയ്യ. കാരണം നഗരത്തിലെ വല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഇടങ്ങളിലെ അത് കേന്ദ്രീകരിച്ച് പ്രധാനപ്പെട്ട ഹോട്ടലുകൾ, പ്രധാനപ്പെട്ട വൻ ഈ കച്ചവട സ്ഥാപനങ്ങൾ, ഒരു പ്രധാനപ്പെട്ട കച്ചവട സ്ഥാപനത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന മാലിന്യങ്ങൾ എത്ര കിലോയാണ് ദൈനംദിനമായി 1000, 2000 ഒക്കെ കിലോയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ദിവസത്തെ ആ മാലിന്യത്തിന്റെ കൂമ്പാരം കുന്നുകൂടുന്നത് അവിടെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ആശുപത്രി വേസ്റ്റുകൾ, ഇതൊക്കെ കൃത്യമായിട്ട് അത് ഇല്ലാതാക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. 2138 ബൾക്ക് പിന്നെ വേസ്റ്റ് ജനറേറ്ററാണ് നമ്മുടെ നഗരത്തിലുള്ളത്. 22,812 സ്ഥാപനങ്ങളുണ്ട്. ഈ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും അവരുടെ പിന്നെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സംവിധാനം നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ തന്നെ പ്രൊഫഷണൽ അവർ പിന്നെ ലൈസൻസിന് അപേക്ഷിച്ചാൽ ആ ലൈസൻസ് നിലവിലുള്ളവർക്ക് ലൈസൻസ് പുതുക്കുന്നതിനും, ഇനി അതല്ല നിലവിൽ പുതിയതായി ലൈസൻസ് എടുക്കുന്നവർക്കും ഈ പറയുന്ന മാലിന്യ സംസ്കരണം ഉറപ്പുവരുത്തി അവരെ നമ്മുടെ കോർപ്പറേഷന്റെ നഗരസഭയുടെ മാലിന്യ സംസ്കരണ പരിപാടിയുടെ ഭാഗമായാൽ മാത്രമേ അത് കൊടുക്കൂ. അങ്ങനെയുള്ള നടപടികൾ എല്ലാം എടുക്കുന്നുണ്ട്. പറയുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആണ്. പക്ഷെ എല്ലാം കടലാസിലാണോ എന്ന് മനുഷ്യൻ മരണപ്പെട്ടില്ലാതായപ്പോഴാണോ ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത്? അതിനൊന്നും കണ്ടില്ല ഇവിടെ. ശ്രീ ഗിരികുമാർ, ഒരു കാര്യം നോക്കൂ, 2018 അതിലേക്ക് ക്ലീൻ ചെയ്തതിനു ശേഷം ഈ റെയിൽവേയുടെ ടെറിട്ടറിയിലുള്ള അതിൻ്റെ ടണൽ പോലും കൃത്യമായിട്ട് നേരത്തെ അംശു പറഞ്ഞതുപോലെ അവിടേക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല. അവിടെ കയറി കഴിഞ്ഞാൽ അതിക്രമിച്ച് കയറി എന്നുള്ള നടപടികൾ വരും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവരാണ് അതിൻ്റെ ഉത്തരവാദി. ആ ടണലിൻ്റെ വീതി പോലും കൂട്ടാനുള്ള ശ്രമം നടന്നിട്ടില്ല. ഇത്രത്തോളം മാലിന്യങ്ങൾ വന്നു പോകുമ്പോൾ ഇതാണ് അവസ്ഥയെന്ന് നമുക്ക് മനസ്സിലാകണം. അപ്പോൾ കൃത്യമായ ആ ഉത്തരം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതേയില്ല. അപ്പോൾ നിങ്ങൾ കണ്ണടച്ചങ്ങ് നഗരസഭയെ ഞങ്ങളെല്ലാം ക്ലിയർ ആണ് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അല്ല, കണ്ണടച്ചൊരിക്കലും നഗരസഭയെ കുറ്റം പറഞ്ഞതല്ല, റെയിൽവേയുടെ ബാധ്യതകളൊന്നും നമ്മൾ ഒഴിവാക്കുന്നതും അല്ല, അവരെ ഡിഫെൻഡ് ചെയ്യുകയല്ല നമ്മുടെ പ്രധാനപ്പെട്ട കർത്തവ്യം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മാതൃഭൂമി ഓഫീസിൻ്റെ നടയിലേക്ക് ഒരാൾ വേസ്റ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് അത് മാതൃഭൂമിയുടെ ഓഫീസിൻ്റെ പ്രിമിസസിൽ എത്തിക്കഴിഞ്ഞു, ഇനി മാതൃഭൂമിയാണ് അതിൻ്റെ ഉത്തരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ? അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നടത്തപ്പെടുന്നത്. ഈ ഇത്രയും ലോഡ് കണക്കിന് മാലിന്യം, ഈ ആമയഞ്ചാൻ തോടിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പഴവങ്ങാടി തോടെന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് അറിയപ്പെടുന്ന പഴവങ്ങാടി തോടെന്നാണ് യഥാർത്ഥത്തിൽ. അത് കേവലം 5.63 കിലോമീറ്ററാണ്. ഈ 5.63 കിലോമീറ്ററിൽ കേവലം 117 മീറ്റർ മാത്രമാണ് റെയിൽവേയുടെ അകത്തൂടെ യാത്ര ചെയ്യുന്നത്, ഈ തോട് യാത്ര പോകുന്നത്. ഈ റെയിൽവേയിലേക്ക് എത്തിച്ചേരുന്ന മുഴുവൻ വേസ്റ്റ് റെയിൽവേയുടെ ഉത്തരവാദിത്തം. റെയിൽവേ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വേസ്റ്റിന് മറ്റ് നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ല, അതും റെയിൽവേയുടെ ഉത്തരവാദിത്തം എന്നുള്ള ഒരു എന്തു പറയാൻ, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ന്യായീകരണം ആദ്യം മുതൽ പറഞ്ഞു തുടങ്ങിയത് ആരാണ്? രാഷ്ട്രീയം കലർത്തി സംസാരിച്ചതാരാണ്? അവിടെ പോയിട്ടുള്ള കൗൺസിലർമാരുണ്ടല്ലോ, ഞാൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ അവിടെ പോയപ്പോൾ രാഷ്ട്രീയ വിവേചനം നമ്മൾ അനുഭവിച്ചതാണ്. ഭരണസമിതി എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇവരിപ്പോൾ ഇത്രയും പറയുന്നല്ലോ, നിയമമൊക്കെ പറയുന്നല്ലോ, ഈ നിയമം പറയുന്ന ഇതേ നഗരസഭയുടെ ഭരണാധികാരികൾ, ഹെൽത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരി ചെയ്തത് കഴിഞ്ഞ 2 മാസത്തിന് മുമ്പിൽ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു CPM ബന്ധമുള്ള ഒരു നേതാവ് അയാളുടെ വാഹനത്തിൽ വേസ്റ്റ് കൊണ്ട് പബ്ലിക് റോഡിൽ വലിച്ചെറിയാൻ ശ്രമിച്ച സമയത്ത് നഗരസഭയുടെ ഹെൽത്ത് ഉദ്യോഗസ്ഥരാണ് പിടികൂടിയത്. അയാളിൽ നിന്ന് 1 രൂപ പോലും ഫൈൻ ഈടാക്കാതെ
മറ്റു പല കാരണങ്ങളും പറഞ്ഞിട്ട് അയാളെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തത് ആരാണ്? ഈ ഹെൽത്ത് വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയല്ലേ, അതും ഈ നഗരസഭയിലല്ലേ. ഇത്രയേറെ നിയമങ്ങൾ കോട്ട് ചെയ്ത് പറയുന്നവർക്ക് നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ബാധ്യതയില്ല. അവരുടെ സ്വന്തക്കാരും ബന്ധക്കാരും വരുമ്പോൾ ഇതെല്ലാം മറച്ചു വയ്ക്കുന്നു. ഈ സംഭവം നടക്കുന്ന ജോയിയുടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടത് എന്താണ്? ഒരു വഴിയാത്രക്കാരൻ ആറ്റുകാൽ അവിടെ ബണ്ട് റോഡിൽ നടന്നു പോകുന്ന സമയത്ത് ആ ബണ്ട് റോഡിലേക്ക് നഗരസഭയുടെ വാഹനത്തിൽ കൊണ്ടുവന്ന് വേസ്റ്റ് കിള്ളിയാറിലേക്ക് തള്ളുന്ന കാഴ്ച, അത് അയാൾ വീഡിയോ എടുത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതല്ലേ. അപ്പൊ നമ്മൾ നിയമങ്ങൾ പറയുന്നത് എപ്പോഴാണ്? മറ്റുള്ളവരുടെ തലയിലേക്ക് ചാരാൻ വേണ്ടി മാത്രം നിയമബോധം നമ്മൾ ആയാലും NDA ആയാലും BJP ആയാലും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കൗൺസിലർമാർക്കും ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ. നിങ്ങൾക്ക് ഇറങ്ങാം പൊതുമധ്യത്തിലേക്ക്, അല്ലെങ്കിൽ അവിടെ റെയിൽവേയിൽ നിന്നും നോട്ടീസ് വരട്ടെ, അല്ലെങ്കിൽ അനുമതി വരട്ടെ, അല്ല കോർപ്പറേഷനിൽ അത് കിട്ടട്ടെ എന്നല്ല. ഓരോ ഉത്തരവാദിത്തം ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി കണ്ടുകൊണ്ട്, കാരണം ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ടല്ലോ, ആ സംഘടനകളെ കൈകോർത്തുകൊണ്ട് ജനങ്ങളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, കാരണം ഒരു ഡൈലൂട്ടും ചെയ്യാതെ ഈ വിഷയത്തെ ആത്മാർത്ഥതയോടുകൂടി കണ്ട് ഈ എല്ലാം അങ്ങനെ ഒരു കോർഡിനേഷൻ സംയുക്തമായി, അത് രാഷ്ട്രീയമൊന്നുമല്ല, മാലിന്യമാണ് ഒരു പൊതു പ്രശ്നം. അപ്പോൾ കൈകോർത്തുകൊണ്ട് ഒരു യജ്ഞം നടത്തിക്കൂടെ? അതിനൊക്കെ ഉറപ്പായിട്ടും ഭരണസമിതി ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും നടത്തുന്ന ഏതൊരു പ്രവൃത്തിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ പിന്തുണ കൊടുക്കാറുണ്ട്. ഈ വിഷയത്തിൽ സത്യസന്ധമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് BJP കൗൺസിലർമാർ സ്വീകരിച്ചിരിക്കുന്നത്, BJP സ്വീകരിച്ചിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഇത് കൃത്യമായി നടപ്പിലാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മളും കൂടെയുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ നമ്മുടെയൊക്കെ പ്രദേശത്തിൽ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ടത്ര മാലിന്യം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സാനിറ്റേഷൻ വർക്കർമാർ വേണ്ടേ? അതിന് നമുക്ക് നൽകുന്നുണ്ടോ? ഇവിടുത്തെ സാനിറ്റേഷൻ ഫണ്ടിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ വന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം നടക്കണം. നിങ്ങൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ CAG റിപ്പോർട്ട് ഇപ്പോൾ നടന്ന നിയമസഭാ സമ്മേളനത്തിനിടയിൽ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് വായിച്ചു നോക്കണം. തിരുവനന്തപുരം നഗരസഭയിൽ നടത്തിയിട്ടുള്ള ഓരോ കുഴപ്പങ്ങളെയും കുറിച്ച് വളരെ വ്യക്തമായിട്ട് CAG റിപ്പോർട്ട് നിയമസഭാ ടേബിളിൽ വച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് നമുക്ക് ഫണ്ടുകൾ നഷ്ടപ്പെടുന്നതെന്ന്, എങ്ങനെയാണ് ഫണ്ടുകൾ നഷ്ടപ്പെടുന്നതെന്ന്. കൃത്യമായ അന്വേഷണങ്ങൾ നടക്കാറില്ല. ഇത് മാത്രമല്ല, ഇനി ഒരു കാര്യം, സാനിറ്റേഷൻ വർക്കർമാർ ഏകദേശം 700ഓളം പേർ നമ്മുടെ സാനിറ്റേഷൻ വർക്കർമാരായിട്ട് ഉണ്ട് എന്നാണ് നഗരസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പുറത്ത് പല സാനിറ്റേഷൻ വർക്കർമാരും ഇന്ന് ഫീൽഡിൽ വർക്കിലില്ല. അവരെല്ലാം തന്നെ വർക്ക് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഓഫീസ് ഡ്യൂട്ടികൾ വാങ്ങിയിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കളായിട്ട് സംഘടനാ പ്രവർത്തനം ചെയ്യാൻ, രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ, അതിനുവേണ്ടി മാത്രമായിട്ട് ഓഫീസ് അറേഞ്ച്മെൻറ്റ് എന്ന വർക്ക് അറേഞ്ച്മെൻറ്റ് എന്ന പേരിൽ OAമാരായിട്ടും മറ്റുമൊക്കെ പലരും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സാനിറ്റേഷൻ വർക്കർമാർ ഫീൽഡിൽ ഇറങ്ങിയിരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. 100 വാർഡുള്ള തിരുവനന്തപുരം നഗരസഭയിൽ 800ഓളം സാനിറ്റേഷൻ വർക്കർമാരുണ്ടെങ്കിൽ പൊതുവായിട്ടുള്ള മാർക്കറ്റുകളുടെ ഒഴിവ് കണക്കാക്കിയാൽ പോലും എല്ലാ ദിവസവും 4-5 സാനിറ്റേഷൻ വർക്കർമാർ ഓരോ വാർഡിലും കിട്ടേണ്ട സാഹചര്യം ഉണ്ടാവണ്ടേ ആ കണക്കുകൾ പ്രകാരമാണെങ്കിൽ? പക്ഷേ ഇന്ന് കിട്ടുന്നുണ്ടോ? നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കണം. 2-3 വാർഡിന് ചേർന്നിട്ട് 3-4 സാനിറ്റേഷൻ വർക്കർമാർ. ഇത്തരത്തിൽ മാലിന്യങ്ങൾ പലപ്പോഴും അവിടെ കുന്നുകൂടി കിടക്കുകയും അത് അവസാനം അലക്ഷ്യമായിട്ട് ഓടകളിലേക്ക് നിക്ഷേപിക്കുന്ന സാഹചര്യം. പ്രൈവറ്റ് ഏജൻസികൾക്ക് സ്ഥാപനങ്ങളുടെ വേസ്റ്റ്. തീർച്ചയായും അവസാനമായി ശ്രീ അംശു വാമദേവൻ, അതായത് നോക്കൂ, മുഖ്യമന്ത്രി നാളെ വകുപ്പുകളുടെ ചുമതല. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വീഴ്ച ഇതിൽ നിങ്ങൾ ആരും മറന്നു പോകരുത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഓടയാണിത്. നിങ്ങൾ ഒന്ന് അംശു വകുപ്പുകളുടെ ഒക്കെ തന്നെ സംയോജിച്ചുള്ള യോഗമാണ് നാളെ രാവിലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടണം. പിന്നെ നഗരസഭ പോലും ഒരു സർവകക്ഷി യോഗം വിളിക്കണം, എല്ലാവരെയും കൈകോർക്കണം. പിന്നെ പറയുന്ന ശബ്ദം ഈ കാര്യങ്ങളൊക്കെ വിഷയം ഉന്നയിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു മേയർ എന്നൊക്കെ പിടിവാശിയോടുകൂടി തന്നെയാണ് ഉള്ള പെരുമാറ്റമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. നമുക്ക് ഈ വിഷയത്തിൽ മാലിന്യത്തിലെങ്കിലും ആ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒന്ന് കൈകോർത്ത് മുന്നോട്ട് പോയിക്കൂടെ? ജനങ്ങളാണല്ലോ പരമപ്രധാനം. നഗരസഭയുടെ ശുചിത്വ പരിപാലന സമിതി എന്ന് പറയുന്ന ഒരു സമിതിയുണ്ട്. നഗരസഭയ്ക്ക് ശുചിത്വ പരിപാലന സമിതിയുണ്ട്. അത് കഴിഞ്ഞ 4 വർഷമായി കൂടിയിട്ടില്ല. 4 വർഷമായി കൂടിയിട്ടില്ല ശുചിത്വ പരിപാലന സമിതി നഗരസഭയുടെ. എന്തുകൊണ്ട്? ആരാണ് മുൻകൈ എടുക്കേണ്ടത്? മാത്രമല്ല, നഗരത്തിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കകത്തും യോജിച്ച് പോകണമെന്ന് തന്നെയാണ് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം താല്പര്യം. അതിലൊരു സംശയവും വേണ്ട. അതിൻ്റെ ഉത്തരവാദിത്തം ഭരണസമിതിക്ക് തന്നെയാണ്. യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണ പ്രതിപക്ഷമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ഓരോ വിഷയം വരുമ്പോഴും ഒരുമിച്ച് നഗര ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കേണ്ട സമയം വരുമ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയം കലർത്തുമ്പോൾ പരസ്പരം പഴിചാരൽ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. നമുക്ക് ഈ കാര്യത്തിനകത്ത് ഒന്നിച്ച് പോകണമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നാളെ മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. നഗരസഭയും സർവകക്ഷി യോഗം
യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ യോഗത്തിലേക്ക് ഇപ്പോഴും ഇന്ന് സർവകക്ഷി യോഗം വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ സമരം നടത്തി ഈ യോഗത്തിലേക്ക് വരിക. അങ്ങനെ വന്നാൽ യോജിച്ച് ഒരു കൂട്ടുത്തരവാദിത്തോട് കൂടി നമുക്ക് ഈ രണ്ടുപേരും കൗൺസിലർമാരാണ്, നഗരത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ്. ഒന്നേ പറയാനുള്ളൂ, നമുക്ക് ഒരു കൂട്ടുത്തരവാദിത്തോടുകൂടി ഒപ്പം തന്നെ നഗരവാസികളായ ജനങ്ങളോടും ഒന്നേ പറയാനുള്ളൂ, ഈ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമായി മാത്രം ഇതിനെ നമ്മൾ കാണരുത്. നമ്മൾ ഓരോരുത്തരും ഇതൊരു കുരുതിയാണ്, ഒരു കൂട്ടക്കുരുതിയാണിത്. കാരണം ഒരു മനുഷ്യനെ നമ്മളെല്ലാവരും ചേർന്ന് നഗരവാസികൾ കൊന്നു എന്ന് വേണം പറയാൻ. നമ്മുടെ കൈകളിലൂടെയൊക്കെ പോയിട്ടുള്ള വേസ്റ്റുകളും കുപ്പികളും പ്ലാസ്റ്റിക്കും ഒക്കെയാണ് അവിടേക്ക് ഒഴുകി വന്ന് ചേർന്നിരിക്കുന്നത്. അപ്പോൾ നാം കൂടി ഒന്ന് ഉത്തരവാദിത്തമായി ഈ വിഷയത്തെ കാണുക. വളരെ